വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോ ഒരു കോമഡി കണ്ടു കഴിയുമ്പോഴത്തേക്കും മൂഡ് മാറും, വളരെ സന്തോഷം ഉണ്ടാവും. നിങ്ങൾ സ്ട്രെസ് കുറയ്ക്കുന്നുണ്ടല്ലേ? സ്ട്രെസ് കുറയ്ക്കുന്നുണ്ട്. ബിപിയുടെ ഒരു ഡോസ് ഗുളിക കഴിക്കണതിന്റെ ഫലം ഇവരുടെ ഒരു സ്കിറ്റ് കണ്ടാ കിട്ടുന്നു. മതി. ഫാനാണ് എന്റെ ഹസ്ബൻഡ്. ഇതെങ്ങനെയാ ഇത്ര ഒരു വായിൽ ഇത്രയും വാക്കുകൾ അലറി ഇത്രയും ഒരുമിച്ച് പറയണേ? അതിൽ ഒരു പീസ് എന്ന് പറഞ്ഞ ചേച്ചിക്ക് വേണ്ടി അലറി വിളിച്ചു. അല്ല ഇപ്പൊ എന്താ പറയുന്നത്, അരി മേടിക്കണ്ടായോ സാർ? ഇത് സ്റ്റേറ്റ് അവാർഡിനേക്കാൾ വലിയ അവാർഡാ. അല്ല ഇപ്പൊ വളരെ ശാന്തമായിട്ട് ഒരു കാര്യമുണ്ട്, തറയുന്ന കാലം ഇല്ല. അങ്ങനെയാണെങ്കിൽ കലാകാരന് നിലനിൽപ്പില്ലല്ലോ. നമ്മൾ ഈ പറയുന്ന അവര് പറയുന്ന രീതിയിൽ തന്നെ എടുക്കുന്നത്. ഇവര് പറയുന്നതിന് ഒരു മിതമുണ്ട് സാറേ, മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇതുപോലും ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്, നമ്മുടെ മുഖത്ത് അടിക്കുന്നതിന് തുല്യമായിട്ട് ചില കാര്യങ്ങൾ പറയും. അത് കൂടുതൽ ഒരനുഭവമല്ല സാറേ, ഇഷ്ടം പോലെ. അതായത് നമുക്കും നിങ്ങൾ പറഞ്ഞ പോലെ, സാർമാര് പറഞ്ഞ പോലെ നമുക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. നമ്മുടെ കുടുംബം കഴിയാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. പക്ഷെ അത് പരിഗണിക്കാതെ ഇഷ്ടം പോലെ തെറി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സ്ത്രീ ആണെന്ന് പോലും പരിഗണിക്കാതെ ഓപ്പണായിട്ട് പറയണത്, ജഡ്ജസിനെ വരെ ചേർത്ത് ഇവിടെ പറയുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോ ഞങ്ങൾ ചിരി അങ്ങ് സൈബർ ആക്രമണമാണ്. നമ്മൾ പരാതിയുമായിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ കലാകാരന്മാരാണ്, കലാകാരികളാണ്. പക്ഷെ അതിലുപരി നമ്മൾ മനുഷ്യരാണ്. നമുക്കും പ്രതികരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ഒരു ഒരു ലേബലാണ് കലാകാരി. അല്ല അതായത് ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, എനിക്കും വികാരമുണ്ട്. ഇവര് അല്ലല്ല, അത് പറയണ്ട. ഇങ്ങനെയുള്ള അവസരങ്ങളിലേ അത് പറയാൻ പറ്റത്തുള്ളൂ. എന്റെ ഫാമിലി, എന്റെ ഹസ്ബൻഡ്, എന്റെ റിലേറ്റീവ്സ്, ഇതിൽ എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ മാത്രമേ അത് ആസ്വദിക്കത്തുള്ളൂ. അയ്യോ സുമി എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ല, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. സഹോദരി വേണ്ടി സുമിയുടെ ഫാനാന്നാ പറഞ്ഞു. ദുരിതരാന്നോ? അത് എങ്ങനെ ഈ വായിക്കാത്ത ഇത്ര ഇറങ്ങുന്ന ചോദിച്ചല്ലേ? അതല്ലേ സാമ്പിൾ ഡയലോഗ്. അത് ഇവര് ഈ പറയുന്ന പോലെ ഇവിടെ ഇപ്പൊ നമ്മുടെ ജഡ്ജസ് വന്നിരിക്കുന്നത് ഈ പ്രേക്ഷകരുടെ പ്രതിനിധികളായിട്ടാ. അവരൊരു ചിരി തരുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് വേറെയാണ്. അപ്പം ആ കിട്ടുന്ന ഒരു പവർ ചിലപ്പോ ഇവിടെ കിട്ടണം എന്നില്ല. എന്തെങ്കിലും ഒരു മറ്റേ ആ ദീപാവലിയുടെ ആ ഒരു സാധനം പടക്കം മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു സാധനം, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡയലോഗ് അല്ല, ജസ്റ്റ് ഒന്ന്. ചേച്ചി സജീവമായിട്ടിരുന്നോണം. പടക്കം മേടിച്ചില്ലേ നിങ്ങൾ? പടക്കം മാറ്റില്ലടി. കണ്ടോ, ഞാൻ എത്ര തവണ പറഞ്ഞാലും നിങ്ങളോട് പടക്കം മേടിക്കണമെന്ന്. വെറുതെ പടക്കം മാറ്റി പൊട്ടിച്ച് കളയാനൊക്കെ എന്റെ പൈസ എന്നോട് പറഞ്ഞില്ല. എന്തുവാ? നടക്കുമ്പോ ശബ്ദം കേൾക്കുന്ന ഷൂ വാങ്ങിച്ച കാര്യം. നടക്കുമ്പോ ശബ്ദം കേൾക്കുന്ന ഷൂ അല്ലേ? ഇത് ഞാൻ കരഞ്ഞതാ. ഇത് ഒരു ചെറിയൊരു പോർഷൻ ആണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അതാ നടക്കുന്ന സമയത്ത് ബാക്കിലോട്ട് വരും പുള്ളിക്കാരി. ആ ഓരോ സൗണ്ടിനും ഓരോ സ്റ്റെപ്പ് ബാക്കിലോട്ട് വെക്കും. അതാണ് നമ്മുടെ വോയിസ് ഷോർട്സ് റീൽസ് ഒക്കെ ഇട്ട് തരുന്ന നല്ല ഈ പറയുന്ന പോലത്തെ 2K പിള്ളേരൊക്കെ ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മമാരും ഉണ്ട്, തൊഴിലുറപ്പിനൊക്കെ പോന്നു വന്ന സാധാരണ ആൾക്കാർ. നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന കോമഡി എന്ന് പറഞ്ഞാലേ ഞങ്ങളൊക്കെ സാധാരണ ലെവലിൽ നിന്ന് തന്നെ വന്നവരാ. ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ്. അപ്പൊ ഈ കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഭവിക്കാത്ത ആൾക്കാർക്കാണ് ഈ കോമഡി വഴങ്ങാത്തത്. അല്ല സാറേ, എന്റെ അമ്മയടക്കം ഉള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയത്തില്ല. വിദ്യാഭ്യാസപരമായിട്ട് അന്നത്തെ കാലത്തെ ബുദ്ധിമുട്ട് കാരണം പോകാത്തവരാണ്. ഈ അതുപോലുള്ള ആൾക്കാര്, ഈ മൊബൈലൊന്നും ഉപയോഗിക്കാത്തവര്, ഇതുപോലെ വീട്ടിൽ ഇരുന്ന് കുടുംബസമേതം കണ്ടിട്ടാണ് നേരിട്ട് കാണുമ്പോൾ അവരുടെ സന്തോഷം നമ്മളെ അറിയിക്കുന്നത്. അവരിതുവരെയും പറഞ്ഞിട്ടൊന്നുമില്ല അശ്ലീലമായിട്ടാണ്. അവർ ആ ഒരു മൈൻഡിൽ വെച്ച് കാണുന്നത് കൊണ്ടായിരിക്കാം നമ്മളോട് നേരിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സൈബർ ആക്രമണമാണ് ക്ഷമിക്കാൻ പറ്റാത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.